ഇന്ത്യയിൽ കഴിഞ്ഞ മാസം വാഹന വിൽപ്പന 9% കണ്ട് ഇടിഞ്ഞു. എന്നാൽ മുന്തിയ ഇനം BMW ഇക്കൊല്ലം റെക്കോർഡ് വിൽപ്പനയാണ്. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ വിറ്റത് 10,556 കാറുകൾ. വിൽപ്പനയിൽ വളർച്ച 10%. സിമന്റ് മേഖല കൈയടക്കാനുള്ള പോരാട്ടത്തിൽ അദാനി ഗ്രൂപ്പ് മറ്റൊരു കമ്പനിയെ കൂടി വിഴുങ്ങുന്നു. ജർമ്മൻ കമ്പനിയായ ഹീഡൽബർഗ് മെറ്റീരിയൽസിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ $120 കോടി ഏറ്റെടുക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട്. തന്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച ഊഹാപോഹങ്ങൾ തള്ളി ടാറ്റ ഗ്രൂപ്പ് മുൻ ചെയർമാൻ രത്തൻ ടാറ്റ പ്രായവുമായി ബന്ധപ്പെട്ട ശാരീരിക സ്ഥിതിയെക്കുറിച്ചുള്ള ചെക്കപ്പ് നടത്തിയതിൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്ന് വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് 86-കാരനായ രത്തൻ ടാറ്റ. റിസർവ് ബാങ്കിന്റെ ത്രിദിന ധനനയ സമിതി യോഗം ഗവർണർ ശക്തികാന്ത ദാസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആഗോള സാഹചര്യങ്ങൾക്കിടയിൽ സമ്പദ്സ്ഥിതി, പലിശ നിരക്കുകൾ എന്നിവ 6-അംഗ സമിതി വിലയിരുത്തും. ബുധനാഴ്ച സമിതിയുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. ഓഹരി വിപണി ഇന്നും കൂപ്പുകുത്താൻ എന്താണ് കാരണങ്ങൾ? വിദേശ സ്ഥാപന നിക്ഷേപകരുടെ വിൽപ്പന കൂടി. ഊഹക്കച്ചവടത്തിൽ സെബി കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ. ഇന്ത്യൻ ഓഹരി വിലകളിൽ BCA റിസർച്ച് നടത്തിയ വിപരീത അഭിപ്രായം. അസംസ്കൃത എണ്ണവില വർധന. ചൈനീസ് ഓഹരികൾക്ക് പ്രിയമേറി. വിദഗ്ധർ പറയുന്ന കാരണങ്ങൾ ഇവയാണ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.